പ്രൗഢഗംഭീരമായി NSS കിഴക്കേക്കല്ലട മേഖലാ സമ്മേളനം. കൊല്ലം താലൂക്ക് NSS കരയോഗ യൂണിയൻ കിഴക്കേക്കല്ലട മേഖലാ സമ്മേളനവും സ്കോളർഷിപ്പ് വിതരണവും നടന്നു. കിഴക്കേക്കല്ലട മൂന്ന് മുക്കിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയോടുകൂടിയാണ് മേഖലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. അങ്ങനെ നോക്കാം. കൃഷി ഇത് പബ്ലിസിറ്റി ഘോഷയാത്ര ശ്രീനാരായണപുരം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന മേഖലാ സമ്മേളനവും സ്കോളർഷിപ്പ് വിതരണവും NSS ട്രഷററും കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് NV അയ്യപ്പൻപിള്ള ഉദ്ഘാടനം ചെയ്തു. നായർ സർവീസ് സൊസൈറ്റിയെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാകണം. അതിന്
ഇവിടെ വേദിയിൽ നിന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ കേട്ടേ മതിയാവും. ഇപ്പോഴും ചെറുപ്പക്കാർ നമ്മുടെ പുതിയ തലമുറയുടെ രീതിയൊക്കെ അറിയാമല്ലോ. കരയോഗങ്ങളിൽ അവരുടെ വരവ് വളരെ കുറവാണ്. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. നമ്മുടെ ഒരു ശൈലിയും പഴയ പാരമ്പര്യമൊക്കെ അതാണ്. പഴയ കാലത്ത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് പോലും കണ്ടിട്ടുള്ളത് മുതിർന്ന കാരണവന്മാർ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സംവിധാനം എന്നുള്ളതാണ്. അവിടെ ചെറുപ്പക്കാർക്കോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള കൗമാരക്കാർക്കോ ഒന്നും കാര്യമില്ല എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ കണ്ടിരുന്നത് കുറേ കാലം വരെ. പക്ഷെ അതൊക്കെ മാറി. പക്ഷെ എന്നിരുന്നാലും ചെറുപ്പക്കാര് എന്ന് പറയാൻ കഴിയില്ല. അതിനൊക്കെ പ്രായം കുറഞ്ഞ നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് നായർ സർവീസ് സൊസൈറ്റി സംബന്ധിച്ച് വളരെ കാര്യങ്ങൾ അവർക്ക് അറിയില്ല. NSS എന്താണെന്ന് ചോദിച്ചാൽ പലരും നാഷണൽ സർവീസ് സ്കീം എന്നാണ് ആദ്യം പറയുന്നത്. അവർക്ക് പരിചിതമായ ഒരു കാര്യം അതാണ്, സംവിധാനം അതാണ്. സ്കൂളുകളിലൊക്കെ നാഷണൽ സർവീസ് സ്കീം, അതിൻ്റെ ചുരുക്കപ്പേര് NSS എന്നാണ്. പക്ഷേ അവരുടെ മാതാപിതാക്കൾ അംഗങ്ങളായിട്ടുള്ള, അതേപോലെ അവർ വളർന്നു വരുമ്പോൾ അവർ അംഗങ്ങളാകേണ്ട സമുദായാചാര്യൻ ശ്രീ മണ്ടത്ത് പത്മനാഭൻ നമുക്ക് ഈ നായർ സമുദായ അംഗങ്ങൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവർക്ക് ശക്തമായിട്ടുള്ള പിന്തുണ നൽകുന്നതിനും സഹായങ്ങൾ നൽകുന്നതിനും അവരെ ഒരുമിച്ച് നിർത്തുന്നതിനും വേണ്ടി കെട്ടിപ്പടുത്ത ഈ മഹാപ്രസ്ഥാനം നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തും കൂടിയുണ്ട്. ആ ചുരുക്കപ്പേരിൽ അറിയുന്നത് എന്ന് പറയാൻ നമ്മുടെ ഇളം തലമുറയ്ക്ക് കഴിയാത്തതെന്ത്? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളല്ലേ അവർ പഠിക്കുന്നത്. അപ്പൊ രക്ഷിതാക്കൾ അത് പറയാറില്ല. കരയോഗങ്ങളുടെ വേദികളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ട് പോകാറില്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ സ്കോളർഷിപ്പ് വിതരണമൊക്കെ അല്ലേ നമ്മൾ പലപ്പോഴും കാണുന്നതല്ലേ. അത് കരയോഗ തലത്തിലായാലും യൂണിയന്റെ തലത്തിലായാലും ഒക്കെ പലപ്പോഴും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുഞ്ഞുങ്ങളുടെ അവരുടെ സർട്ടിഫിക്കറ്റുകൾ വന്ന് അല്ല സ്കോളർഷിപ്പുകൾ വന്ന് വാങ്ങുന്നത് അവരുടെ രക്ഷിതാക്കളാണ്. അത് ചോദിക്കുമ്പോൾ പറയും അവർക്ക് ട്യൂഷനുണ്ട്. പിന്നെ ഉയർന്ന ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ അവർ വേറെ ഏതെങ്കിലും ഉയർന്ന വിദ്യാഭ്യാസമായിട്ട് അവർ വേറെ വേണമെങ്കിൽ ദൂര സ്ഥലത്തായിരിക്കാം, അതിന് ന്യായീകരണമുണ്ട്. പക്ഷെ എന്നിരുന്നാലും വീട്ടിലിരുന്നാലും നമ്മുടെ രക്ഷിതാക്കൾ പറയും നീ വരണ്ട, ഞാൻ അങ്ങോട്ട് എന്തായാലും പോകുന്നുണ്ടല്ലോ, ഞാനിങ്ങ് വാങ്ങിച്ചുകൊണ്ട് വരാം. ശരിയല്ലേ? ഏറെക്കുറെ ശരിയാണ്. അത് എല്ലാവർക്കും അനുഭവം ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതിനുള്ള അവസരം അവരത് വന്ന് കണ്ടാൽ, ആരെങ്കിലും നായർ സർവീസ് സൊസൈറ്റിയെ കുറിച്ച് പറഞ്ഞാൽ, നമ്മുടെ ജീവതുല്യം അല്ലെങ്കിൽ ഈശ്വര തുല്യം നമ്മൾ ആരാധിക്കുന്ന ശ്രീ മന്നത്ത് പത്മനാഭനെ കുറിച്ച് പറഞ്ഞാൽ അത് കേൾക്കാൻ അവർക്ക് അവസരമില്ല, നമ്മൾ നൽകുന്നില്ല. അതൊക്കെയാണ് കാരണം. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള ഒരു വേദി നിങ്ങളെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം പങ്കിടുമ്പോൾ എന്തെങ്കിലും നായർ സർവീസ് സൊസൈറ്റിയെ കുറിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇതിവിടെ അസാധ്യമായി തീർന്നിരിക്കുന്നു. അത് തുടങ്ങിയാൽ കൂടുതൽ സമയമെടുത്തു പോകും. അതിൻ്റെ ചുരുക്കത്തിൽ പറഞ്ഞവസാനിപ്പിക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഏതാണ്ട് ഒരു 111 വർഷങ്ങൾക്ക് മുമ്പ് സമുദായാചാര്യൻ്റെ ഒരു അവതാര പുരുഷനെ പോലെ കടന്നു വന്ന് രൂപീകരിച്ച പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി. 111 വർഷമായി. നമ്മൾ ആലോചിക്കണം, ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച എത്ര ആയി? ഇപ്പോഴെത്ര? 76, 77 അല്ലേ? അപ്പൊ അതിന് എത്രയോ കാലം മുമ്പ് നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പോലും അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിട്ടില്ല. അത് ശക്തി പ്രാപിച്ചു വരുന്നതേ ഉള്ളൂ. ദേശസ്നേഹികളായിട്ടുള്ള ആളുകൾ ആ മൂവ്മെന്റിനോട് അണിചേർന്ന് ശക്തമായ നിലയിൽ എത്രയും പെട്ടെന്ന് ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് പലായനം ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നല്ല കരുത്ത് ആർജിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് ഇന്ത്യൻ ഭരണഘടനയില്ല ഇല്ലേ? ബ്രിട്ടീഷുകാർ പോയതിനു ശേഷമല്ലേ ഭരണഘടന ഉണ്ടായത് അല്ലേ? അതിനുശേഷമല്ലേ ഈ ഭരണ സംവിധാനങ്ങളെല്ലാം വന്നത്.
സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും പാർലമെന്റ് ആയാലും നമ്മുടെ സംസ്ഥാന അസംബ്ലികളായാലും ഒക്കെ. അപ്പോൾ അന്ന് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ സാമൂഹിക വ്യവസ്ഥിതി എപ്രകാരമുള്ളതായിരുന്നു നമ്മൾ ആലോചിക്കണം. NSS കൊല്ലം യൂണിയൻ ചെയർമാൻ ആദിക്കാട് ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി KG ജീവൻകുമാർ, യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ കല്ലട വിജയൻ, CK ചന്ദ്രബാബു, സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ മഠത്തിൽ M ഉണ്ണികൃഷ്ണപിള്ള, കൊല്ലം NSS വനിതാ യൂണിയൻ പ്രസിഡന്റ് ശ്രീകുമാരി നാരായണൻ നായർ, പബ്ലിസിറ്റി കൺവീനർ ഡോക്ടർ S ബിമൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അനുമോദനവും സ്കോളർഷിപ്പ് വിതരണവും നടന്നു. ന്യൂസ് ഡെസ്ക്, കേരള പ്രൈം ടുഡേ.